ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് HSA ഫിസിക്കൽ സയൻസിന്റെ ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഒരു 2 month സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നമുക്ക് ഉടനെ തന്നെ എക്സാം നമ്മൾ കാലണ്ടറിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഉടനെ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ ഇതുവരെ പഠനം തുടങ്ങാത്തവരും അതുപോലെ തന്നെ റിവിഷന് വേണ്ടി ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാൻ, വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു വെക്കേഷൻ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ സയൻസിന്റെ സിലബസ് നമുക്കൊന്ന് കവർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട 4 ടെക്സ്റ്റ് ബുക്കുകളാണ് NCERTയുടെ കെമിസ്ട്രി 11th 12th പാർട്ട് എയും പാർട്ട് ബിയും. ഈ 4 ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റും ഹാർഡ് കോപ്പിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഈ ഒരു 4 ടെക്സ്റ്റ് ബുക്കിന്റെ വൈഡ് റീഡിംഗ് തന്നെയാണ് HSAയുടെ സിലബസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 4 റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പൊ ഇതിൽ തന്നെ സിലബസിൽ നമ്മൾ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് വരുന്നുണ്ട് എങ്കിലും ഡിഗ്രിയുടെ ഒരു അല്ലെങ്കിൽ MSc ലെവലിലേക്ക് ഒത്തിരി ഡെപ്തിലേക്ക് ഒന്നും ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഈ 4 ടെക്സ്റ്റ് ബുക്കുകൾ, കെമിസ്ട്രിയുടെ ഈ 4 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫിസിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആരുടെ കയ്യിലെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളുടെ റാക്കിൽ ഭദ്രമാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ കെമിസ്ട്രി ആണ് ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ കെമിസ്ട്രിയുടെ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സിലബസ് ആണ് എങ്കിൽ പോലും നമുക്ക് 2 മാസം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് PSCയുടെ ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയയിൽ നിന്നും ഒക്കെ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതില് ഖരാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഖരാവസ്ഥ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഈ PSCയുടെ ഒക്കെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് സിമന്റ്, ഗ്ലാസ്, റോക്കറ്റ് പ്രൊപ്പലൻസ്, ഫെർട്ടിലൈസർ. അത് വളരെ ഡ്രൈ ആണ് എങ്കിലും അത് നിങ്ങൾ എങ്ങനെയെങ്കിലും റെഫറൻസ് വളരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് റോക്കറ്റ് പ്രൊപ്പലൻസ്. എന്നിരുന്നാൽ പോലും ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പൊല്യൂഷൻസ്, അതൊക്കെ നമുക്കൊന്ന് റാൻഡം റീഡിങ് മതിയാവും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഡ്രൈ ഏരിയാസ് നമ്മൾ വിട്ടുകളയരുത്. PSCക്ക് അത്തരത്തിലൊക്കെയുള്ള ഏരിയാസ് വളരെ അവരുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പറഞ്ഞ ഡ്രൈ ടോപ്പിക്സ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആറ്റമിക് സ്ട്രക്ചർ, അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിള്, BSEPR തിയറി, ഷേപ്പ് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഒരു സെക്ഷൻസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു 15 ദിവസം വേണം നിങ്ങൾ വർക്ക്ഔട്ട് മീൻസ് 15 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇത്രയും ടോപ്പിക്സ് തീർക്കാനായിട്ട്. അപ്പൊ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. ഈ വാൻ ഹോഫ് ഫാക്ടർ ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അബ്നോർമൽ മോളിക്കുലാർ മാസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഗ്ലൂക്കോസിന്റെ വാൻ ഹോഫ് ഫാക്ടർ എത്ര, സോഡിയം ക്ലോറൈഡിന്റെ വാൻ ഹോഫ് ഫാക്ടർ എത്ര, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് PSCയിൽ വാൻ ഹോഫ് ഫാക്ടറി എന്നൊക്കെ ചോദ്യങ്ങളും വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ഏരിയാസ് നിങ്ങൾ പഠിക്കാനായിട്ടൊരു 15 ദിവസം നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഡിഗ്രി ലെവൽ ടോപ്പിക്കിലേക്ക് പോകേണ്ട ടോപ്പിക്സ് ആണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 ദിവസം തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ മെറ്റലർജി ഉണ്ട്. മെറ്റലർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഏറ്റവും കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒരുപാട് ചോദിക്കുന്നതാണ്. അതിലെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വേർണേഴ്സ് തിയറി അറിഞ്ഞിരിക്കണം, EAN റൂൾ അറിഞ്ഞിരിക്കണം, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നിന്ന് CFSE കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് സ്പ്ലിറ്റിംഗ് ഈ 3 കോൺഫിഗറേഷൻ ഒക്ടാഹീഡ്രൽ, ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലനാർ ഫീൽഡിലുള്ള സ്പ്ലിറ്റിങ്ങും അതിന്റെ എനർജി ലെവൽസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻസ് ഒന്നും ഒരു പേരാണ് എങ്കിൽ പോലും ഒരുപാട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. നിക്കലിന്റെ ഒക്കെ ഡൈമീഥൈൽ ഗ്ലയോക്സിൻ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അത് ഗ്രാവിമെട്രിയിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു കോംപ്ലക്സ് ആണ് ഈ പറഞ്ഞ NiDMG. അപ്പൊ അത് പഠിക്കുമ്പോൾ അതില് എത്ര നിക്കൽ നൈട്രജൻ ബോണ്ട് ഉണ്ട്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അതിന്റെ ഫോർമുല എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതരം കോമ്പൗണ്ട്സും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് എന്നൊരു വാക്കിൽ ഒതുങ്ങി പോകരുത്. അതുപോലെ സിസ്പ്ലാറ്റിൻ ആന്റി ക്യാൻസർ ഏജന്റ് ആണ്. അതും ഒരു പറഞ്ഞ പോലെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അതില് പ്ലാറ്റിനം ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു, അത്തരത്തിലൊക്കെ നമ്മൾ പഠിക്കണം. സിസ്പ്ലാറ്റിനും അതുപോലെ നിക്കൽ DMG ഒക്കെ തന്നെ PSC ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് പല പരീക്ഷകളിലും.
ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, ആപ്ലിക്കേഷൻസ് എന്നൊരു പേരിൽ ഒതുക്കുമെങ്കിൽ പോലും നിങ്ങൾ മെറ്റൽ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനും ഒക്കെ അതിൽ പഠിക്കണം. 18 ഇലക്ട്രോൺ റൂൾ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡിസിന്റഗ്രേഷൻ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ അതിന്റെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ജീഗർ നട്ടൽ റൂള് ഒരു തവണ PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചാണ് ആ ഇക്വേഷൻ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കണം. ഇത് കുറച്ച് ഡിഗ്രിയുടെ ഒരു സർഫസ് ലെവൽ എത്തുന്ന ഒരു ടോപ്പിക്സ് ആണ്. ഇതിനും ഒരു 15 ദിവസം നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൈനറ്റിക് തിയറി ഇതുപോലെയുള്ള ഫിസിക്കൽ കെമിസ്ട്രിയുടെ വരുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ തെർമോഡൈനാമിക്സിന്റെ എല്ലാ ലോസും പഠിക്കുക. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് നിങ്ങൾ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കും. ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ പഠിക്കണം. കെമിക്കൽ കൈനറ്റിക്സ് പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിക്കണം. റേറ്റ് ലോ കണ്ടുപിടിക്കാനും ഓർഡർ കണ്ടുപിടിക്കാനും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാനും അതുപോലെ തിയറികളുടെ പ്രത്യേകത, അരീനിയസ് ഇക്വേഷന്റെ പ്രത്യേകത, എൻസൈം കാറ്റാലിസിസ് ഒക്കെ നിങ്ങൾ നോക്കുക. ദെൻ ഫോട്ടോസിന്തസിസിൽ ഫ്ലൂറസെൻസും ഫോസ്ഫറസെൻസും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രതല രസതന്ത്രം വരുന്ന സർഫസ് കെമിസ്ട്രിയിൽ കെമിസോപ്ഷനും ഫിസിസോപ്ഷന്റെയും അതുപോലെ അതിന്റെ അഡ്സോപ്ഷൻ ഐസോത്തോം പഠിക്കണം. അതുപോലെ തന്നെ ഗോൾഡ് നമ്പർ എന്താണെന്നുള്ളത് പഠിക്കുക. ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് ഒരിക്കലും HSAക്ക് ചോദിച്ചിട്ടുണ്ട്. പൊയ്മുഖം ഡെൽറ്റ ഫോർമേഷനെ റിലേറ്റ് ചെയ്തിട്ട് കൊളോയിഡ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് കൃത്യമായിട്ട് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ നോക്കണം. ഫേസ് ഇക്വിലിബ്രിയക്ക് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. സിമ്പിൾ കേസ് ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F = C-P+2 അപ്ലൈ ചെയ്യാനായിട്ട് പഠിച്ചാൽ മതിയാവും. ഇലക്ട്രോ കെമിസ്ട്രിയും ഇത്തരത്തിലുള്ള നെയിംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനുള്ള ടോപ്പിക്സും കൂടെ ഒന്ന് പഠിക്കുക. അതിനും ഒരു 15 ദിവസം വേണം നിങ്ങൾ അലോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഓർഗാനിക് ആണ്. ഓർഗാനിക് ഈ പറഞ്ഞ പോലെ കൂടുതൽ റെഫറൻസിലേക്കൊന്നും പോണ്ട, NCERT തന്നെ മതിയാവും. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ SN1 റിയാക്ഷൻ, SN2 അങ്ങനെ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് മെക്കാനിസം വരുമല്ലോ. അത് നിങ്ങൾ ഈ പറഞ്ഞ +2ന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആൽക്കൈൽ ഹാലൈഡ്സ്, ആൽക്കഹോൾസ്, ആൽക്കെയിൻസ്, ആൽക്കീൻസ്. അപ്പൊ അതും ഇതും കൂടെ ക്ലബ് ചെയ്ത് തന്നെ അങ്ങ് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതാണ് എപ്പോഴും യൂസ്ഫുൾ. ഇപ്പൊ നമ്മൾ മാർക്കോനിക്കോവ് റൂൾ പഠിക്കുന്നു, ആന്റി മാർക്കോനിക്കോവ് റൂൾ പഠിക്കുന്നു. സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാതെ ഇതിനോടൊപ്പം ഈ കോമ്പൗണ്ട്സ് പഠിക്കുന്നതിനോടൊപ്പം ഇത് കൂടെ പഠിച്ചു പോവുക. അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്ക് ഏത് മെക്കാനിസം ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ SN1 ആണോ SN2 ആണോ എന്നൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിനോടൊപ്പം അതും കൂടെ അങ്ങ് പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആപ്ലിക്കേഷൻ രീതിയിൽ തന്നെ ചെയ്തു പോകാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ മെക്കാനിസവും പഠിച്ച് കോമ്പൗണ്ട്സും പഠിക്കാൻ പോയാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ നിങ്ങൾ ആപ്ലിക്കേഷൻസിനോടൊപ്പം പഠിച്ചു പോവുക. ദെൻ അരോമാറ്റിസിറ്റിയിൽ പലതരം അരോമാറ്റിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ഗ്രിനാർഡ് റിയേജന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആകെ ഒരൊറ്റ റിയേജന്റ് ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രിനാർഡ് റിയേജന്റിൽ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ പോളിമേഴ്സ്, ബയോമോളിക്യൂൾസ് ഒക്കെ പക്ക PSCയിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, വൈറ്റമിൻസിന്റെ ഒക്കെ. അപ്പോൾ ആ ഒരു സെക്ഷൻ, അതായത് അരോമാറ്റിസിറ്റി കഴിഞ്ഞിട്ട് ഗ്രിനാർഡ് റിയേജന്റ് വരെ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ പോകണം. പിന്നെ പോളിമേഴ്സും ബയോമോളിക്യൂൾസും നമുക്ക് റാൻഡം ആയിട്ട് ഒരു റിപ്പീറ്റഡ് റീഡിങ് കൊടുത്താൽ നമുക്ക് ഹൃദയസ്ഥമാവുന്ന ടോപ്പിക്കാണ്. സോ അതിനും ഒരു 15-20 ദിവസം നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർഗാനിക് പഠിക്കുമ്പോൾ എഴുതി തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങള് നല്ല രീതിയിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് സിലബസിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഞാൻ എടുത്തു തന്നിരിക്കുന്നത്. അത്രയും ഭാഗങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യാം. അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ 2 HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല നോക്കണ്ടേ, ഇംഗ്ലീഷിൽ തന്നെ കിട്ടുന്ന പലതരം, ഇവൻ നിങ്ങൾക്ക് സെറ്റിന്റെ പോലും ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ +2, +1ന്റെ ഗൈഡുകളിൽ കിട്ടുന്ന ബാക്കിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്, MCQs ഇതെല്ലാം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് പോയി പരീക്ഷയെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ കെമിസ്ട്രി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ 2 മാസം കൊണ്ട് സിലബസിന്റെ ഒരു 80% നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ കെമിസ്ട്രി, ഫിസിക്കൽ സയൻസിന്റെ കെമിസ്ട്രി ഭാഗം പ്രിപ്പയർ ചെയ്യുക. കെമിസ്ട്രി മാത്രമല്ല, ആ സിലബസ് മുഴുവൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത ഒരു 2 month സ്റ്റഡി പ്ലാൻ കെമിസ്ട്രിയുടെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. കെമിസ്ട്രി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് ടാക്കിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അപ്പം നമുക്ക് ഫിസിക്സിന്റെ HSA ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിന്റെ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 മാസം, ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട, നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം മൊഡ്യൂൾ 1ലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് മൊഡ്യൂൾ 1ൽ ഡീൽ ചെയ്യാനുള്ളത് അല്ലേ. അപ്പം ഈ മൊഡ്യൂൾ 1ൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ്. അതൊന്നും നമുക്ക് അങ്ങനെ ഒത്തിരി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ എലാസ്റ്റിസിറ്റിയിൽ ഇവിടെ വരുമ്പോൾ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇലാസ്റ്റിസിറ്റി, ഇതിൽ നിന്നൊക്കെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും എളുപ്പമുള്ള കണ്ടന്റുകളാണ്. പക്ഷെ മിക്കവാറും എക്സാമുകൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാം എന്താണ്, വേവ് കണ്ടോ, വേവ്, ഓസിലേഷൻസ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്തിട്ട് വേണം മൊഡ്യൂൾ 1 നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുക, പിന്നെ ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റ് ടോപ്പിക്കുകളിലേക്ക് പോയാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ ഫിസിക്സിൽ വരുമ്പോൾ ലോജിക് ഗേറ്റ്സിൽ നിന്ന് ഓസിലേറ്റേഴ്സിൽ ഫ്രീക്വൻസിയുടെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ പൊതുവെ നമ്മുടെ HSA എക്സാമുകൾക്ക് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്തരം ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കുക. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നല്ല ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സേഫ് ആയിട്ടിരിക്കാനും നല്ലത്. പക്ഷെ സിലബസിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിനാണ് കുറച്ചും കൂടെ ഊന്നൽ, അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ, അപ്പം അത് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 3 ആണ്. ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. പിന്നെ ലേസർ, ഫൈബർ ഒപ്റ്റിക്സ്, ഇവിടെയൊക്കെ കുറച്ച് ഇക്വേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഫൈബർ ഒപ്റ്റിക്സിലൊക്കെ. ക്ലാഡിങ് അതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങും ഒക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. തെർമോഡൈനാമിക്സ് എളുപ്പമുള്ള ടോപ്പിക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാർനോട്ട് എൻജിൻ, എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നില്ല. മറ്റ് ടോപ്പിക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ ബോർ ആറ്റം മോഡൽ, വെക്ടർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്ര, ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. റേഡിയോ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് പ്രോബ്ലംസ്, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കെമിസ്ട്രിയിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്, എളുപ്പമുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ മൊഡ്യൂൾ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷ്രോഡിംഗർ ഇക്വേഷനും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഒക്കെ നോക്കണം. ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ എന്താണെന്ന് തന്നെ കഴിഞ്ഞ HSA എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.